ഹായ് എവരിവൺ, നമ്മളിന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 4. നമ്മളപ്പോൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ട് നമ്മൾ ആനുവൽ വാല്യൂ വരെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇനി ആനുവൽ വാല്യൂവിന് ചില ഡിഡക്ഷൻസും കൂടി നടത്തിയാലേ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഡക്ഷൻസ് ഫ്രം ആനുവൽ വാല്യൂ അണ്ടർ സെക്ഷൻ 24. First one, standard deduction is equal to 30% of annual value. ഒന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആനുവൽ വാല്യൂവിൻ്റെ 30% എടുത്ത് ഡിഡക്റ്റ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതാണ് ഒരു ഡിഡക്ഷൻ ഫ്രം ആനുവൽ വാല്യൂ എൻ്റെ സെക്ഷനിലുള്ളത്. ഇതെന്തായാലും ചെയ്യണം. ക്വസ്റ്റനിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് അറിഞ്ഞ് ചെയ്തോളണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വിച്ച് ഈസ് 30% ഓഫ് ആനുവൽ വാല്യൂ. ഇതാണ് ഫസ്റ്റ് ഡിഡക്ഷൻ. Second one, interest on loan taken for the purpose of purchase, construction, repairing, etc. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാകും. അതായത് ഈ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ, നമ്മൾ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ അത്തരം ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഈ ഇൻട്രസ്റ്റിന് ചില കണ്ടീഷൻസും കേസസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഇനിയുള്ള പോയിന്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അതായത് നമ്മൾ കൂട്ടുപലിശ എന്ന് പറയും. നമ്മൾ പലിശ അടയ്ക്കാതെ എക്സ്ട്രാ വരുന്ന പലിശകളൊന്നും ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. Second one, any brokerage or commission paid for raising loan is not deductible. നമ്മൾ ഈ ലോൺ നമുക്ക് റേസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കമ്മീഷനോ ബ്രോക്കറേജോ എന്തെങ്കിലോ ആർക്കെങ്കിലുമൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ എ ഫ്രഷ് ലോൺ വിച്ച് ഈസ് റേസ്ഡ് ഫോർ പേയിങ് ദി ഒറിജിനൽ ലോൺ ഈസ് ഡിഡക്റ്റബിൾ. അതായത് നമുക്ക് ഓൾറെഡി ഒരു ലോൺ ഉണ്ടായിരുന്നു, അത് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പേ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ലോൺ എടുത്തു. അതിൻ്റെ ഇൻട്രസ്റ്റിന് ഡിഡക്റ്റബിൾ ആണ്. അതായത് ഒരു ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ലോൺ എടുത്തിട്ട് ആ രണ്ടാമത് എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ എക്സാമിലൊക്കെ നമ്മളൊന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഈ ഒരു പോയിന്റ്സ് ഒക്കെ ആയിരിക്കും തരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കി ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും ചെയ്യാനാണ് ലാസ്റ്റ് വീഡിയോസിലൊക്കെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിഡക്ഷൻസ് എങ്ങനെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 നമ്മളിങ്ങനെ എഴുതും. അതിൽ എയും ബിയും, അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അത്, പിന്നെ 30% ഓഫ് ആനുവൽ വാല്യൂ ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് പ്രോഫിറ്റോ ലോസോ ആവാം. ഇങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റിന് ചില സ്പെഷ്യൽ കേസസ് വരും. അതായത് ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിച്ച് ടേക്കൺ ഫോർ പർച്ചേസ്, കൺസ്ട്രക്ഷൻ ഓർ റിപ്പയറിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻട്രസ്റ്റിൽ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ വരുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോൺ എടുത്തിരിക്കുന്ന ഒരു 2019 ഇപ്പോൾ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് 2020 വിചാരിച്ചു. സോ ഇൻ ബിറ്റ്വീനുള്ള 2019 to 2020 വരുന്ന ആ ഒരു ഇൻ ബിറ്റ്വീനാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻട്രസ്റ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. Allowed in 5 successive financial years starting with the year in which construction is completed. അതായത് ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇയർ മുതൽ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇയറിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. Prior period interest means the interest from the date of borrowing of the loan up to the end of the financial year in which acquisition or construction was completed. പ്രിയർ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ബോറോ ചെയ്ത ഡേറ്റ് മുതൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന ഡേറ്റ് വരെ, അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ഇയർ ഉണ്ടല്ലോ, ആ ഇയറിലെ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് വരെയാണ് എന്ത്, പ്രയർ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രയർ പീരീഡ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു 5 lakh പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 lakhനെ തുടർന്നുള്ള വർഷങ്ങളിൽ, അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള
തുടർന്നുള്ള വർഷങ്ങളിൽ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 5 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ 1 lakh. ആ 1 lakh തുടർന്നുള്ള ഓരോ കൊല്ലത്തിലും പേ ഓഫ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അങ്ങനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ആവാൻ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ലോൺ ടേക്കൺ ചെയ്തിരിക്കുന്ന 1/6/2019 വിചാരിച്ചു. കൺസ്ട്രക്ഷൻ അതായത് ഹൗസ് കംപ്ലീറ്റ് ആയത് 1/6/2021 നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 1/6/2019 to 31/3/2021. അതെപ്പോഴും ശ്രദ്ധിക്കണം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ് പോലെ ആയിരിക്കണം. അതായത് 2021 എൻഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എത്ര 31/3/2021. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ 31/3/2021 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് എപ്പോഴും മനസ്സിൽ വേണം. അല്ലാതെ ഒറ്റയടിക്ക് ഹൗസ് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് കൊണ്ട് എഴുതരുത്. ഇപ്പോൾ ഒരു തിയറി ആയിട്ടൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് ലോൺ ടേക്കൺ മുതൽ ഏത് ഇയറിലാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ആ ഇയറിലെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഡേറ്റ് വേണം എഴുതാൻ. ഓക്കെ, ഇത്രയാണ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഞാൻ ഷോർട്ടായിട്ട് HB എന്ന് എഴുതിയിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയാണ്. മുനിസിപ്പൽ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 62,000 rupees. ഫെയർ റെന്റൽ വാല്യൂ 60,000 rupees തന്നിട്ടുണ്ട്. മന്ത്ലി റെന്റ് 5,500 തന്നിട്ടുണ്ട്. പെർ മന്ത് ആണ്. മുനിസിപ്പൽ ടാക്സ് 6,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദി പർച്ചേസ് ഓഫ് ദി ഹൗസ് ഈസ് ₹15,000. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഏറ്റവും ആദ്യം ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹെഡിങ് കൊടുക്കണം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആദ്യം തന്നെ മുനിസിപ്പൽ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 62,000 rupees. ഫെയർ റെന്റൽ വാല്യൂ 60,000 rupees. വിച്ച് എവർ ഈസ് ഹൈ 62,000 rupees. പിന്നെന്താ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. പക്ഷേ സ്റ്റാൻഡേർഡ് റെന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ല. സോ ഇറ്റ് ഈസ് നിൽ. whichever is less is ERV. കമ്പയർ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ തൊട്ട് മുകളിലത്തെ ഫിഗർ എടുത്ത് നേരെ താഴെ എടുത്ത് എഴുതാം 62,000 rupees. അതിന് ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെന്റ് ഇവിടെ 5,500 per month തന്നിട്ടുണ്ട്. സോ ഇൻറ്റു 12 which is 66,000 rupees. whichever is high അതാണ് GAV which is 66,000 rupees. ഇതിൽ നിന്ന് എന്താ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്. സോ ലെസ് മുനിസിപ്പൽ ടാക്സ് 6,000 rupees. അങ്ങനെ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടി. ഇത്രയും ചെയ്യാനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ തുടക്കം പഠിച്ചത് ലെസ് റിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അതിലെന്താ ചെയ്യേണ്ട? ആദ്യം തന്നെ 30% ഓഫ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ്. അതിൻ്റെ 30% which is 18,000. പിന്നെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദി പർച്ചേസ് ഓഫ് ഹൗസ് തന്നിട്ടുണ്ട്. അതും ഡിഡക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിച്ച് ഈസ് 15,000. അങ്ങനെ നമ്മൾ ആനുവൽ വാല്യൂന്ന് ഈ രണ്ട് ഡിഡക്ഷൻസും കുറച്ചു. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് 27,000 rupees. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇതൊക്കെ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വൺ ഓഫ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ചെയ്തതിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമ്മൾ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഒക്കെ കണ്ടില്ലായിരുന്നു, നമ്മൾ ആ തിയറിറ്റിക്കൽ പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. സോ അത് വരുന്നൊരു പ്രോബ്ലമാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. മിസ്റ്റർ പ്രസാദ് ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ലെറ്റ് ഔട്ടഡ് പ്രോപ്പർട്ടി ആണ്. ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ റെന്റൽ വാല്യൂ 8,500 പെർ മന്ത്. പെർ മന്ത് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻറ്റു 12 ചെയ്ത് എടുക്കേണ്ടതാണ്. ആക്ച്വൽ റെന്റ് 9,000 പെർ മന്ത്. റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്. അതെന്തായിരിക്കും റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്? അതൊന്നുമല്ല, സ്റ്റാൻഡേർഡ് റെന്റിനെയാണ് റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ ആ ഫസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഇതിന് സ്റ്റാൻഡേർഡ് റെന്റ് എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് ഇസ് ദ റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്. ചിലപ്പോൾ ക്വസ്റ്റനിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് റെന്റ് ആണ് വിച്ച് ഈസ് 8,500 പെർ മന്ത്. അടുത്തത് റെന്റ് പേയബിൾ ഫോർ എ സിമിലർ ഹൗസ്.
ഇതും ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. അതും എന്താ, റെന്റ് പേയബിൾ ഫോർ എ സിമിലർ ഹൗസ് എന്ന് പറയുന്നത് ഫെയർ റെന്റൽ വാല്യൂവിനെയാണ്, വിച്ച് ഈസ് 9,000 പെർ മന്ത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. പിന്നെ പറയുന്നുണ്ട് he has paid 15% of municipal valuation as local taxes. ലോക്കൽ ടാക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മുനിസിപ്പൽ ടാക്സിനെയാണ്. 15% of municipal valuation ലോക്കൽ ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2% of valuation as educational and health cess. 2% എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ്സിലും പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുനിസിപ്പൽ റെന്റൽ വാല്യൂവിൻ്റെ 15% മുനിസിപ്പൽ ടാക്സും കൊടുക്കും, പ്ലസ് ഒരു 2%, അതായത് 2% ഓഫ് മുനിസിപ്പൽ റെന്റൽ വാല്യൂവിൻ്റെ 2% എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് കൊടുക്കുന്നുണ്ട്. വിച്ച് ഈസ് അപ്പോൾ രണ്ടും കൂടി ചേർത്തൊരു 17% വരും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി സ്റ്റാർട്ടഡ് ഇൻ സെപ്റ്റംബർ 2016. സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റഡ് ഇൻ മാർച്ച് 2019. 3 വർഷം എടുത്ത് കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, he had borrowed loan for the construction of house property on which he has paid rupees 2 lakh as interest up to 31st March 2019. 31st March 2019 വരെ 2 lakh interest, ടോട്ടൽ 2 lakh interest, 2 lakh rupees as interest പേ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, and rupees 50,000 as interest during the previous year. തൊട്ട് മുമ്പത്തെ വർഷം നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയറിൽ 50,000 റുപ്പീസ് പേ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 lakh എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് പറയുന്നത് സെപ്റ്റംബർ 2016. അപ്പോൾ അന്ന് മുതൽ 31st March 2019 വരെ അയാൾ 2 lakh ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ 2 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് തുടർന്നുള്ള, അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇയറിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്നും കൂടി നമ്മൾ ആ ഒരു പ്രോബ്ലം പാർട്ട് എത്തുമ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനം ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെ ആദ്യം തന്നെ മുനിസിപ്പൽ വാല്യൂ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പെർ മന്തിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. സോ 8,500 into 12 which is 1,02,000. ഫെയർ റെന്റൽ വാല്യൂ 9,000 into 12 which is 1,08,000. whichever is high, 1,08,000. അതിനെ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെൻറ്റിന് ഇവിടെ ഫസ്റ്റിൽ പറഞ്ഞ റെന്റ് പേയബിൾ അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട് വിച്ച് ഈസ് 8,500 into 12 which is 1,02,000. whichever is less, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ERV which is 1,02,000. അതിനെ നമ്മൾ ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. ആക്ച്വൽ റെന്റ് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, റെന്റ് പേയബിൾ ഫോർ എ സിമിലർ ഹൗസ് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. സോ 9,000 into 12 1,08,000. whichever is high is another name is GAV or gross annual value which is 1,08,000. അതിനകത്തുനിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ മുനിസിപ്പൽ ടാക്സിന് ഒരു സ്പെഷ്യൽ കേസ് പോലെ ഉണ്ടായിരുന്നു. ഞാനൊന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യനിൽ അത് നമുക്ക് ആ ഒരു പോർഷൻ നോക്കാം. He has paid 15% of municipal valuation as local taxes, 2% of valuation as education and health cess. അതായത് 15% of municipal rental value plus 2% of municipal valuation. അതായത് മുനിസിപ്പൽ വാല്യുവേഷന് 2% തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് ആയിട്ട് പേ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ്സും കൂടി കമ്പൈൻഡ് ആയിട്ട് വേണം കാണിക്കാൻ. സോ 15% പ്ലസ് 2% വിച്ച് ഈസ് 17% എടുത്തിട്ട് വേണം നമ്മൾ മുനിസിപ്പൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മുനിസിപ്പൽ ടാക്സിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ എടുക്കുന്നതെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ലെസ് മുനിസിപ്പൽ ടാക്സ് 1,02,000 rupees into 17% വിച്ച് ഈസ് 17,340. നമ്മളത് കുറച്ചപ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടി വിച്ച് ഈസ് 90,660 rupees. ഇനി അതിനകത്ത് നിന്ന് എന്താ, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ചെയ്യണം. ആദ്യത്തെ ഡിഡക്ഷൻ 30% ഓഫ് ആനുവൽ വാല്യൂ, അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തൊന്നും പറയില്ല, നമ്മൾ അറിഞ്ഞ് ചെയ്യണം. വിച്ച് ഈസ് 90,660ന്റെ 30% എടുക്കുക, 27,198 കിട്ടി. ഇനി അതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലും അല്ലാതെ പ്രീവിയസ് ഇയറിലും വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മളൊന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കണേന്ന്. ഒന്നും കൂടി നമുക്കൊന്ന് ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി ഒന്ന് നോക്കാം.
ക്വസ്റ്റ്യനിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി സ്റ്റാർട്ടഡ് ഇൻ സെപ്റ്റംബർ 2016 സ്റ്റാർട്ട് ചെയ്തു, മാർച്ച് 2019 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മാർച്ച് 31 വരെ, അതായത് 2019 മാർച്ച് 31 വരെ അദ്ദേഹം 2 lakh ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തു. അപ്പോൾ അതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇനി 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തുടർന്നുള്ള വർഷങ്ങൾ ഓരോ വർഷത്തിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം ഡിഡക്റ്റ് ചെയ്യാൻ. പിന്നെ പ്രീവിയസ് ഇയറിൽ ഒരു 50,000 rupees പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു കമ്പ്യൂട്ട് ചെയ്തെടുക്കാം ഇൻട്രസ്റ്റ് ഫ്രം ലോൺ എന്നുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ ആണ്. വർക്കിംഗ് നോട്ട് പോലെ കാണിച്ചാലും മതി. ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ 50,000 rupees പേ ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്, അപ്പോൾ അതിൽ 2 lakh ആയിരുന്നു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ്. അതിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഈസ് 40,000 rupees. അപ്പോൾ ഈ 40,000 rupees നമ്മൾ ഈ ഒരു വർഷമാണ് പേ ഓഫ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഓരോ 40,000 rupees തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യാൻ എടുക്കും. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 പ്ലസ് 40,000 വിച്ച് ഈസ് 90,000. അപ്പോൾ നമുക്ക് ഇനി 90,000 ഡയറക്റ്റ് ആ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫോർമാറ്റിൽ എടുത്ത് എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിച്ച് ഈസ് 90,000 കൂടി നമ്മൾ ആനുവൽ വാല്യൂന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തന്നെ കിട്ടണമെന്ന്. അപ്പോൾ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഇൻകം ആണോ ലോസ് ആണോ എന്ന് എഴുതിയാൽ മതി. ഇപ്പം ഈ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് എഴുതിയതിന് ശേഷം കൊണ്ടുപോയിട്ട് ആ 26,538 മുമ്പിലൊന്നും മൈനസ് സൈൻ ഒന്നും ഇടരുത്. അതിന് ഒരു വേറൊരു മീനിങ് ആവും. നമ്മളിപ്പോൾ ലോസിനെ നമ്മൾ അതായത് മൈനസ് ഫിഗറിനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും ഒരു ഫാക്ടർ അവിടെ കാണിക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ മൈനസ് സൈൻ എഴുതുക, ഒന്നും എഴുതാതിരിക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടുക. അതല്ല എന്നാണെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് എഴുതുക. എല്ലാം കൂടി ഒന്നിച്ച് കാണിച്ചു വെക്കരുത്. ഇപ്പം മൈനസും മൈനസും പ്ലസ് ആയിട്ട് വരും, ഒരു മാത്തമാറ്റിക്കൽ ഒരു മീനിങ് വരും. അങ്ങനെയൊക്കെ എഴുതുന്നത് ഒരു റോങ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ആ ഫിഗർ എടുത്ത് അങ്ങ് എഴുതുക. മൈനസ് സൈൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ഒരു പ്രോബ്ലത്തിന് ഒരു ഫിനിഷിങ് വരുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും ചെയ്താലാണ് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയും ലെങ്തി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. നമ്മളപ്പോൾ ഓൾറെഡി ഇത്രയും നേരം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ ഈ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, വിച്ചോറിസായി അങ്ങനെയുള്ള കമ്പാരിസണും കമ്പ്യൂട്ടേഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ ആനുവൽ വാല്യൂ ഈസ് നില്ലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ആൻസർ എഴുതി തുടങ്ങുമ്പോൾ ആനുവൽ വാല്യൂ നില്ല് എഴുതണം. അപ്പോൾ നമ്മൾ ആനുവൽ വാല്യൂ നില്ല് എഴുതി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആനുവൽ വാല്യൂയുടെ താഴെ എന്താ വന്നിരിക്കുന്നത്? തൊട്ട് താഴെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തത്. ലെസ് ഡിഡക്ഷൻസ് വരുന്നത്. അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവില്ല. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 30% ഓഫ് ആനുവൽ വാല്യൂ ഉണ്ടാവില്ല. കാരണം ആനുവൽ വാല്യൂ ഓൾറെഡി നില്ലാണ്. അപ്പോൾ നമ്മൾ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പകരം എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാവും. ഈ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ചിലപ്പോൾ ലോൺ എടുത്തിട്ടേക്കായിരിക്കുമല്ലോ പണിതിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. സോ അതുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന എന്താണ്? ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. എന്തായാലും ലോസ് ആയിരിക്കും. കാരണം എന്താ? അവിടെ നമ്മൾ ആനുവൽ വാല്യൂ അങ്ങനെ ഒന്നുമില്ല. അതിൽ നിന്ന് ഡയറക്റ്റ് ആ ലെസ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. എന്തായാലും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് തന്നെയായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതൊരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ആണ്. ഫ്രം ദി ഫോളോയിങ് കമ്പ്യൂട്ട് ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത്. നമ്മൾ വിട്ടുപോകരുത്. കാരണം അത് ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ കണ്ടില്ലേ, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലോ മുനിസിപ്പൽ വാല്യൂ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, ഫെയർ റെന്റൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ചെയ്യാൻ
തരേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമ്മളത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് മാത്രമേ വായിച്ചുള്ളൂ, സെൽഫ് ഓക്യുപ്പൈഡ് ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ വാല്യൂ, ഫെയർ ആൻഡ് വാല്യൂ, വിച്ചേറീസ് ആയി അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തു പോയിട്ടുണ്ടോ. മുനിസിപ്പൽ ടാക്സ് ഒക്കെ നമ്മൾ കുറച്ചും വെച്ചിട്ടുണ്ടോ. സോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് വായിച്ചു നോക്കണം, വെദർ ഇറ്റ് ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ഓർ ലെറ്റ് ഔട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ ആ തുടക്കം തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയാണ് തുടർന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കുന്നത്. മുനിസിപ്പൽ വാല്യൂൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ. മുനിസിപ്പൽ ടാക്സ്, ഫെയർ ആൻഡ് വാല്യൂ ഇതൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി പർച്ചേസ് ഓഫ് ഹൗസ് വിച്ച് ഇസ് ₹15,000 അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. വിട്ടു പോകരുത് ഹെഡിങ് കൊടുക്കാൻ. ആദ്യം തന്നെ എന്താ ഫോർമാറ്റ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. ആനുവൽ വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നല്ല, ആനുവൽ വാല്യൂ എപ്പോഴും ഇല്ലായിരിക്കും, അത് നമ്മൾ കൊടുക്കുക. പ്ലസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24, അതിലൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനേ വരുന്നുള്ളൂ. അതാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിച്ച് ഈസ് ₹15,000. ഓൾറെഡി തൊട്ട് മുമ്പ് ആ തിയറിറ്റിക്കൽ പാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എപ്പോഴും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസേ ഉണ്ടാവുള്ളൂ. കാരണം ഒന്നിൽ നിന്നും അല്ല അത് കുറയ്ക്കണം, ജസ്റ്റ് അങ്ങോട്ട് മൈനസ് ഫിഗറാണ് വരുന്നത്. ലോസ് ഓൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ₹15,000. ഓക്കെ, ഇത്രേ ഉള്ളൂ ചെയ്യാൻ. സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ പ്രോബ്ലം കണ്ട് ധൃതി പിടിച്ച് ലെറ്റ് ഔട്ട് ആണെന്ന് എഴുതി ചെയ്യാതിരിക്കുക. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലോസ് ഓൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണ് കിട്ടിയത്. അപ്പൊ ഈ നമുക്കപ്പോൾ കിട്ടിയ ഈ ലോസ് ഉണ്ടല്ലോ, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതെങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡില് അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് അല്ലേ കിട്ടിയിരിക്കുന്നത്, ആ ലോസിനെ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ്, നമ്മൾ ക്വസ്റ്റ്യനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലോസ് ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി can be set off against the income from another house property. നമുക്കൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ആയി കിട്ടുന്നെങ്കിൽ അതിനെ മറ്റൊരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്കൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നൊരു ലോസ് ഒരു ₹1,000 കിട്ടിയെന്ന് വിചാരിച്ചു. മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ₹10,000 ഇൻകം ആയിട്ട് കിട്ടി. അപ്പോൾ ആദ്യത്തെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ₹1,000 ലോസും മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ₹10,000 ഇൻകം ആണ് കിട്ടിയെങ്കിൽ നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ₹9,000 ആയിട്ട് ഇടാം. ₹9,000 അങ്ങനെ കിട്ടിയത് ₹10,000, അതായത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയ അല്ലെങ്കിൽ ഇൻകം ആയിട്ട് കിട്ടിയ ₹10,000 നിന്ന് ആ ഒരു ലോസ് ആയിട്ടുള്ള ₹1,000 കുറയ്ക്കാം. അങ്ങനെ കിട്ടുന്ന ₹9,000 നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കാണാം. ഇതാണ് നമ്മൾ ജനറലി ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിതിങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് സെറ്റ് ഓഫ് ചെയ്ത് ഫുള്ളി കംപ്ലീറ്റ് ആയില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ലോസ് സേ ഫോർ എക്സാമ്പിൾ ഒരു ₹15,000 ലോസും ആയിരുന്നു, മറ്റൊരു ഇൻകത്തിൽ നിന്ന് ₹10,000 ഇൻകം കിട്ടിയുള്ളൂ. സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ₹5,000 പിന്നെ ലോസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു നഷ്ടത്തിന് നമ്മൾ എങ്ങനെ നികത്തുന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത്. ദ റിമൈനിങ് ലോസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു ₹5,000 കൂടി ലോസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെന്താ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റിമൈനിങ് ലോസ് ഇഫ് എനി വിൽ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകംസ് അണ്ടർ എനി അതർ ഹെഡ്സ് ലൈക്ക് സാലറീസ്. അപ്പൊ നമുക്ക് ഓൾറെഡി തുടക്കത്തിൽ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ആ ഏതെങ്കിലും ഒരു ഹെഡ് ഓഫ് ഇൻകത്തിൽ നമുക്കത് ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻകം ഫ്രം സാലറിയിൽ അവർക്കൊരു ഇൻകം ഉണ്ടാവുമല്ലോ. സോ അതിൽ വേണമെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെറ്റ് ഓഫ് ചെയ്തിട്ടും ലോസ് ഫുള്ളി കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് റിമൈനിങ് ലോസ് ഉണ്ടായിരുന്ന ഒരു ₹5,000 ആയിരുന്നു. പക്ഷെ നമുക്ക് ഇൻകം ഫ്രം സാലറി ആയിട്ട് ഒരു ₹3,000 കിട്ടിയുള്ളൂ. അപ്പോഴും ഒരു ₹2,000 പിന്നെയും ലോസ് ഉണ്ടല്ലോ. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ₹2,000 പിന്നെയും ലോസ് വന്നു. അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ തേർഡ് പോയിന്റ് പറയുന്നത്. ഇൻ കേസ് ദി ലോസ് ഡസ് നോട്ട് വൈപ്പ് ഔട്ട് കംപ്ലീറ്റ്ലി,
The balance will be carried forward to the next assessment year to be set off against the income from house property of that year. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു എക്സാമ്പിളിൽ 2000 rupees ഇനിയുണ്ട്. അത് ആ ഒരു ഇയറിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ തൊട്ടടുത്തുള്ള അസസ്മെന്റ് ഇയറിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ മാത്രമേ നമ്മൾ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ഹെഡിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നു. ആ ഒരു 2000 rupeesനെ നമ്മൾ തൊട്ടടുത്തുള്ള അസസ്മെന്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലുള്ള ആ ഒരു ഇൻകത്തിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദ്യം വരും, അത് എത്ര അസസ്മെന്റ് ഇയറിലേക്ക് നമുക്ക് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാം? നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല ആ ഒരു 2000 rupees ഫുള്ളി ആ ഒരു നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിൽ കംപ്ലീറ്റ്ലി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചിലപ്പോൾ തൊട്ടടുത്ത വർഷത്തിൽ ഒരു 1000 രൂപയെ നമുക്കൊരു ഇൻകം ഉള്ളൂ എന്നാണെങ്കിലോ അപ്പോഴും ഒരു 1000 രൂപ ബാലൻസ് ആയിട്ട് ഇരിക്കുക ലോസ്. അപ്പൊ എന്ത് ചെയ്യും? തൊട്ടടുത്ത വർഷങ്ങളിൽ നമുക്ക് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 8 വർഷത്തോളം 8 അസസ്മെന്റ് ഇയറോളം നമുക്ക് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. 8 വർഷത്തോളം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തൊട്ടടുത്ത വർഷങ്ങളാണെങ്കിൽ നമ്മൾ ആ ലോസ് സഹിക്കാൻ അത്രേ മാർഗമുള്ളൂ. അങ്ങനെ നമുക്ക് അത്രയും ലോസസുകൾ വരുന്നുണ്ടെങ്കിൽ 8 അസസ്മെന്റ് ഇയറിലേക്ക് വരെ നമുക്ക് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിനെ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് തിയററ്റിക്കലി മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ക്ലബിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ക്ലബിങ് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് എന്നിട്ടൊരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾ തിയറിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി പഠിച്ചൊക്കെ ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുക. അങ്ങനെ പ്രോബ്ലം പാർട്ടിൽ അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, തിയറിറ്റിക്കലിന് വേണ്ടി മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മിസ്റ്റർ സെൻ ഓൺസ് 2 houses. From the following details found income from house property. Municipal value വന്നിട്ടുണ്ട്, fair rental value, standard rent, municipal tax paid, interest on loan taken for construction of house, ഇതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ, സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് 1 സെൽഫ് ഓക്കുപ്പൈഡ് ആണ്, ഹൗസ് 2 സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. ആകെ സെന്ന് 2 ഹൗസേ ഉള്ളൂ. 2 ഹൗസും എന്താണ്? സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെ വേണമെങ്കിലും തരാം എന്ത് പ്രോപ്പർട്ടിയാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയ വഴി തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അങ്ങ് ചെയ്തു പോരുന്നെങ്കിൽ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ ഇതെല്ലാം അങ്ങ് എഴുതി പോയനെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ എവിടെ വേണമെങ്കിലും തരാം. ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടോ, ഇവിടെ തന്നിരിക്കുന്നത് സെൽഫ് ഓക്കുപ്പൈഡ് ആണെന്നുള്ളത്. അപ്പോൾ സെൽഫ് ഓക്കുപ്പൈഡ് ആണെങ്കിൽ ഈ ഫെയർ റെന്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഈ ഒരു പോയിന്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കണം. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ടൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവും. നമുക്ക് എവിടെ വേണമെങ്കിലും തരാം നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ അത് ഈ ഒരു മോഡലിൽ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ പ്രോപ്പർട്ടി സെൽഫ് ഓക്കുപ്പൈഡ് ആണെന്നുള്ളത് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് ഓക്കുപ്പൈഡ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ആൻസർ ചെയ്യാനുണ്ട്. നമുക്കത് എന്താന്ന് നോക്കാം. ആദ്യമേ തന്നെ ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതെന്തായാലും കൊടുക്കണം. അപ്പോൾ ഹൗസ് 1 സെൽഫ് ഓക്കുപ്പൈഡ് ആണ്, നമ്മൾ ചെയ്തു പോവാണ്. ആനുവൽ വാല്യൂ നില്ലാണ്, ഒന്നുമില്ല. ഓൾറെഡി ആ ഫോർമാറ്റിൽ നമ്മൾ കണ്ടു. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, അത് 40,000 ആയിരുന്നു. സോ 40,000 എഴുതി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് 40,000. ഇനി രണ്ടാമത്തെ ഹൗസ് സെൽഫ് ഓക്കുപ്പൈഡ്, ആനുവൽ വാല്യൂ നില്ലാണ്, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉള്ളൂ, അത് ക്വസ്റ്റ്യനിൽ 1,50,000 ആയിരുന്നു. സോ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് 1,50,000. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ 2-3 ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനിങ്ങനെ ടോട്ടൽ ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെപ്പറേറ്റ് എടുത്ത് കാണിച്ചിരിക്കണം.
അപ്പോൾ ഇവിടെ ടോട്ടൽ രണ്ടും സെൽഫ് ഓക്കുപ്പൈഡ് ആയതുകൊണ്ട് ലോസ് ആണ്. അപ്പോൾ ടോട്ടൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യാം. 40,000 പ്ലസ് 1,50,000 വിച്ച് ഇസ് 1,90,000. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ പ്രത്യേകം എടുത്ത് എഴുതാൻ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ചുമ്മാ ഹൗസ് 1ന്റെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇത്ര അല്ലെങ്കിൽ ഹൗസ് 2ന്റെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇത്ര എന്ന് മാത്രം എഴുതുന്നത് കാര്യമില്ല. നെറ്റ് ടോട്ടലും കൂടി കാണിച്ചോളണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്തതൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി നോക്കാം. നമുക്കിതിനകത്ത് സെൽഫ് ഓക്കുപ്പൈഡ് ആണോ ലെറ്റ് ഔട്ട് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ്. ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3 റുപ്പീസ് ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട് 40,000, 1 lakh, 1,50,000. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് 35,000, 80,000, 1,30,000. ആനുവൽ റെന്റ് തന്നിട്ടുണ്ട് 50,000, നിൽ. ഫെയർ റെന്റ് തന്നിട്ടുണ്ട് 60,000, 90,000, 1,20,000. റിപ്പയർസ് ഉണ്ട് 10,000, 10,000, 10,000. ഇൻഷുറൻസ് ഉണ്ട് 2,000, 4,000, 6,000. മുനിസിപ്പൽ ടാക്സ് ഉണ്ട് 3,000, 5,000, 5,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പർച്ചേസ് ഉണ്ട് 20,000, 9,500, 5,000. അപ്പൊ ഇതില് ഹൗസ് ലെറ്റ് ഔട്ട് ആണോ സെൽഫ് ഓക്കുപ്പൈഡ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ക്വസ്റ്റനിൽ എവിടെയും പറഞ്ഞിട്ടില്ല സെൽഫ് ഓക്കുപ്പൈഡ് ആണോ ലെറ്റ് ഔട്ട് ആണോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് എന്ത്? ആനുവൽ റെന്റ് എന്നുള്ളത്. ആനുവൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം, അതിനാണ് നമ്മൾ ആനുവൽ റെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു കേസ് നോക്കിയേ, ഹൗസ് 1ന് ആനുവൽ റെന്റ് ഉണ്ട്. അതായത് ഹൗസ് 1നെ റെപ്രസെന്റ് ചെയ്ത് ആനുവൽ റെന്റ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട? ഹൗസ് 1 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ഹൗസ് 1 ലെറ്റ് ഔട്ട് ചെയ്താലല്ലേ റെന്റ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഹൗസ് 1 ലെറ്റ് ഔട്ട് ആണ്. ബാക്കി നോക്കിയേ, ഹൗസ് 2ഉം ഹൗസ് 3യും നില്ല. അതായത് ആനുവൽ റെന്റ് അവിടെ ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഹൗസ് 2ഉം ഹൗസ് 3യും സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ആനുവൽ റെന്റ് നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതല്ല മന്ത്ലി റെന്റും ആവാം. ഇപ്പൊ മന്ത്ലി റെന്റ് ഇത്ര പെർ മന്ത് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ലെറ്റ് ഔട്ട് ആണ്. അല്ലാണ്ട് മന്ത്ലി റെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നാണെങ്കിൽ അത് സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും ഇതൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യം. ബാക്കി നമ്മൾ മുന്നേ കണ്ട രണ്ട് പ്രോബ്ലത്തിൽ സെൽഫ് ഓക്കുപ്പൈഡ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ തരാം. ഈ ഒരു 3 മോഡൽ എന്തായാലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു ഹൗസ് ലെറ്റ് ഔട്ട് ആണ്. ഹൗസ് 2 ആൻഡ് ഹൗസ് 3 സെൽഫ് ഓക്കുപ്പൈഡും ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് മുനിസിപ്പൽ ടാക്സിലും ഉണ്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. മുനിസിപ്പൽ ടാക്സ് 3,000 വിച്ച് ഇസ് ഹൗസ് 1ന്റെ 3,000 പേ ചെയ്തിട്ടില്ല, നോട്ട് പെയ്ഡ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ അത് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ ആണെങ്കിൽ മാത്രമേ ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹൗസ് 2നും ഹൗസ് 3ക്കും 5,000 പെയ്ഡ് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ആകെ ഡയറക്റ്റ് ആനുവൽ വാല്യൂ എന്നാണ് ചെയ്തു തുടങ്ങുന്നത് തന്നെ. അപ്പൊ നമുക്ക് ആ മുനിസിപ്പൽ ടാക്സിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഇടയ്ക്ക് കണ്ടോ റിപ്പയർസും ഇൻഷുറൻസ് ഒക്കെ. ഇതൊക്കെ നമ്മൾ വെറുതെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാൻ ആവശ്യമില്ല. നമ്മൾ വിചാരിക്കും റിപ്പയർസ് ഒക്കെ ആവശ്യമുള്ളതല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിഡക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി വെറുതെ തന്നിരിക്കുക. നമുക്ക് ആകെ വേണ്ടത് ഇത്രയും 4 ഡീറ്റെയിൽസും പിന്നെ മുനിസിപ്പൽ ടാക്സിന്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ അത്രയും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആൻസർ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ആദ്യം ഹൗസ് 1 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെയാണ് ആദ്യം ചെയ്യുന്നത്. മുനിസിപ്പൽ വാല്യൂ 35,000 റുപ്പീസ് ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫെയർ റെന്റൽ വാല്യൂ തന്നു, വിച്ച് ഈസ് ഹൈ എടുത്ത് എഴുതി 60,000 റുപ്പീസ്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്തു. ഞാൻ ഷോർട്ടായിട്ട് STD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ആൻസർ ചെയ്യുമ്പോൾ അങ്ങനെ എഴുതരുത് ഒരിക്കലും. എന്തുണ്ടെങ്കിലും എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. സ്റ്റാൻഡേർഡ് റെന്റ് 40,000 തന്നു, വിച്ച് ഈസ് ലെസ്. അതിന് മറ്റൊരു പറയുന്ന പേരാണ് ERV 40,000 റുപ്പീസ്. ആക്ച്വൽ റെന്റ് നമ്മൾ ആനുവൽ റെന്റ് മറ്റൊരു പേരാണ് ആക്ച്വൽ റെന്റിന് ആനുവൽ റെന്റ് 50,000 റുപ്പീസ് ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് എഴുതി വിച്ച് ഈസ് ഹൈ. അപ്പൊ കിട്ടുന്നതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ്
ലെസ് ചെയ്യാമായിരുന്നു എങ്ങനെ പേ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ നോട്ട് പെയ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ബ്രാക്കറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് ലെസ് ചെയ്യാൻ വകുപ്പില്ല. സോ ജസ്റ്റ് ആ 50,000 റുപ്പീസ് എടുത്തെഴുതുക. അതിനെ പറയുന്ന പേരാണ് എന്ത്, ആനുവൽ വാല്യൂ. അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 എഴുതാൻ വിട്ടു പോകരുത്. ആദ്യത്തത് 30% ഓഫ് ആനുവൽ വാല്യൂ. ഇത് ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല, സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. which is annual value എത്രയാ, 50,000 into 30%, 15,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു 20,000 റുപ്പീസ്. അപ്പോൾ കിട്ടുന്ന എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി which is 15,000 rupees. Annual value 50,000 ൽ നിന്ന് 15,000 30% ഓഫ് ആനുവൽ വാല്യൂ ഇൻട്രസ്റ്റ് ഓൺ ലോണും കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്ത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 15,000 റുപ്പീസ്. അപ്പോൾ ഇതാണ് ഹൗസ് 1ന്റെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഹൗസ് 2 ആൻഡ് ഹൗസ് 3 നോക്കാം. ഹൗസ് 1 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹൗസ് 2 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ നമുക്ക് നോക്കാം. ആനുവൽ വാല്യൂ നിൽ ഫോർമാറ്റ് അനുസരിച്ച് നമ്മളത് എഴുതിയേ പറ്റുള്ളൂ. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 9,500 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് 9,500. അപ്പോൾ നമുക്ക് ഹൗസ് 2യുടെ കിട്ടി. ഇനി ഹൗസ് 3യുടെ അതും സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. ആനുവൽ വാല്യൂ ഇസ് നിൽ. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് 5,000 റുപ്പീസ്. സോ ലോസ് ഓൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും കിട്ടി. ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3 നമ്മൾ ഈച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്ത് എന്തായാലും അത് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അപ്പോൾ നമ്മളിനി നെറ്റ് ഇൻകം ആണോ ലോസ് ആണോ എന്നുള്ള കമ്പ്യൂട്ടേഷനും കൂടിയാണ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് 1 15,000 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് 2 9,500 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് 3 5,000 റുപ്പീസ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് 15,000 നിന്ന് ഹൗസ് 2യുടെ ലോസ് 9,500 കുറയ്ക്കണം. അടുത്ത ഹൗസ് 3യുടെ ലോസ് 5,000 കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്ത്, നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് 500. ഇത്രയും ചെയ്താലേ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് വൃത്തിയായിട്ട് കാണിക്കാന്നുള്ളതുള്ളൂ. കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഫോർമാറ്റൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എഴുതാം. വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ഒരൊറ്റ ഫോർമാറ്റിൽ വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ചെയ്യാം. എന്തായാലും അവസാനത്തെ ആൻസർ എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഫൈനൽ ആൻസർ ഒക്കെ മാത്രം നോക്കി മാർക്കിട്ട് പോവുകയാണെങ്കിൽ ഫുള്ള് വായിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ, കുറച്ച് വൃത്തി ഉണ്ടാവും കാണും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ പ്രസന്റ് ചെയ്താൽ നല്ലതായിരിക്കും സ്വയം ഒരു തോന്നലുണ്ടാവുമല്ലോ. സോ അതുപോലെ എഴുതുക. അപ്പം ഞാൻ ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരിക്കും. സോ അപ്പം നിങ്ങൾക്ക് ഭംഗിയുണ്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് സ്വയം ചൂസ് ചെയ്ത് എഴുതുക. ഫൈനൽ ആൻസർ എഴുതുമ്പോൾ ഇതുപോലെ ഒന്ന്, അതായത് ആൻസറായിട്ട് അവസാനിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ആണ് മെയിനായിട്ട് നോക്കിയത്. അതുപോലെ തന്നെ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ട്രൈ ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആൻസറാണിത്. അപ്പം നിങ്ങളുടെ ആൻസറായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ശരിയാണെന്നാണെങ്കിൽ ഓക്കെ, ഗുഡ്. അതല്ല എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.